بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ റബ്ബ് നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് താങ്ങും തണലുമായി അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു ആശ്രയമാണ് നിസ്കാരം എന്നുള്ളത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ സമ്മാനമാണ് നിസ്കാരം. നിസ്കാരം എന്ന കർമ്മത്തിലൂടെ കിട്ടേണ്ട എല്ലാ അനുരാഗങ്ങളും എല്ലാ ആനന്ദങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര കണ്ട് സമാധാനത്തിന് കാരണമാകുന്ന മറ്റൊരു പ്രവൃത്തി വേറെയില്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥത്തിൽ നിസ്കാരത്തിൻ്റെ വാർഷികം പരിശുദ്ധ റജബ് മാസത്തിലാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുണ്യ റജബിനെ അള്ളാഹു തആല ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് വ്യത്യസ്തമാക്കി നിർത്തിയിരിക്കുകയാണ്. ഖുർആൻ കൊണ്ട് ആദരണീയ മാസങ്ങളുടെ എണ്ണം സ്ഥിരപ്പെട്ടോടുത്ത് റജബ് കൃത്യമായി തന്നെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് ഭൂമിയിലെ കലണ്ടർ നിയമം അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ കലണ്ടർ നിയമം ഒരു വർഷം 12 മാസം എന്ന കണക്കാണെങ്കിൽ മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമെന്ന് പറഞ്ഞതിൽ റജബ് ഉണ്ട്. റജബ് എന്നത് എന്തുകൊണ്ട് പവിത്രതയിലേക്ക് പോരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലാഹു തആല ഒരു ഹിജറ കലണ്ടർ സംവിധാനത്തെ വളരെ മനോഹരമായ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ മുഹദ്ദിഥീങ്ങൾ പറയുന്നത്, ഖുർആൻ 12 മാസം ഒരു വർഷത്തിലുണ്ടെന്ന് പറയുമ്പോൾ അതിൽ 4 പവിത്രമാണെന്ന് പറയുമ്പോൾ കലണ്ടർ സംവിധാനത്തെ തുടങ്ങിയിരിക്കുന്നത് മുഹറമിൽ തുടങ്ങി ദുൽഹജ്ജിൽ അവസാനിക്കില്ല. പവിത്രമായ 4 മാസങ്ങളിൽ ഒരു മാസമാണ് മുഹറം, മറ്റൊരു മാസമാണ് ദുൽഹജ്ജ്, പിന്നെ ഉള്ളത് ദുൽഖഅദയും റജബുമാണ്. അപ്പോൾ പവിത്രമായ ഒരു മാസത്തിൽ തുടങ്ങി പവിത്രമായ മറ്റൊരു മാസത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് കലണ്ടർ സംവിധാനമുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ റജബ് അതിന്റെ കറക്റ്റ് നടുവിലാണ് വരുന്നത്. മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഉല, ജമാദുൽ ഉഖറ, പിന്നെ റജബാണ് വരുന്നത്. 6 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 7ാമത്തത് റജബാണ്. 6 ആദ്യത്തേത് പവിത്രമായ മാസം തന്നെയാണ്. ശേഷിക്കുന്ന 6 അവസാനത്തതും പവിത്രമായ മാസമാണ്. ആദ്യത്തേത് മുഹറം, അവസാനത്തത് ദുൽഹജ്ജ്. ഇതിന്റെ ഇടയിൽ വരികയാണ് അതിന്റെ നടുവിൽ എന്നോണം പുണ്യ റജബ്. മുഹറമിന്റെ സവിശേഷത ഹാജിമാർ മടങ്ങി വരുന്നു എന്ന തലത്തിൽ അതിന് ചർച്ച ചെയ്തിട്ടുണ്ട്. ദുൽഖഅദയുടെ പ്രത്യേകത, ദുൽഖഅദ മാസത്തിൽ ഹജ്ജിന് വേണ്ടി ഹാജിമാർ പോകുന്നു എന്ന നിലക്കാണ്. ദുൽഹിജ്ജ ഹജ്ജ് നടക്കുന്നു എന്ന നിലക്കാണ്. റജബ് കൊല്ലത്തെ പകുക്കുന്നു എന്ന നിലക്കാണ്. ഹജ്ജിലേക്കുള്ള ഓർമ്മകൾക്കും തീരുമാനങ്ങൾക്കും മനുഷ്യർ തയ്യാറാവാൻ വേണ്ടിയിട്ട് റജബ് വരുന്നു എന്നുള്ള നിലയിലും റജബിനെ പ്രത്യേകവൽക്കരിച്ചിട്ടുണ്ട്. അപ്പൊ നിരവധി പ്രത്യേകതകൾ കൊണ്ട് റജബ് നിറഞ്ഞു നിൽക്കുമ്പോഴും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങൾക്ക് സമാധാനവും സങ്കടങ്ങൾക്ക് പരിഹാരവും മനസ്സമാധാനത്തിന്റെ ഏറ്റവും വലിയ അഭയകേന്ദ്രവുമായി നിസ്കാരം എന്ന പുണ്യകർമ്മം റജബ് മാസത്തിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുകയാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച മാനസിക ശാരീരിക വിഷമങ്ങൾക്ക് ഒരു ആനന്ദം നൽകിയതാണ് നിസ്കാരം, ഒരു അമൃത് നൽകിയതാണ് നിസ്കാരം. അത് എത്ര ആസ്വദിച്ചിട്ടും മതിയായിട്ടില്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് ആസ്വദിച്ച മതിയായിട്ടില്ല. അത്ര വലിയ ആനന്ദമാണ് നിസ്കാരം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. ഭൂമിയിൽ അവിടത്തേക്ക് മതിയാവാത്ത 3 കാര്യങ്ങളുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സ്വഹാബികളോട് പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്, നിങ്ങളുടെ ദുനിയാവിലെ എനിക്ക് മതിയാവാത്ത 3 കാര്യങ്ങളുണ്ട്. ഞാൻ ആസ്വദിച്ചിട്ട് ഇവിടുന്ന് മതിയാവാത്ത 3 കാര്യങ്ങൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ.
ഒന്നാമത്തേത് സുഗന്ധമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന് വലിയ ഇഷ്ടമായിരുന്നു സുഗന്ധം. രണ്ടാമത്തേത് എൻ്റെ ഭാര്യമാരുടെ കൂടെ അനുരാഗ മനസ്സിൽ അനുരാഗത്തോടുകൂടെ എൻ്റെ ഭാര്യമാരുടെ കൂടെ അനുരാഗത്തിലായി ഞാൻ ലയിച്ചു ചേരുന്ന ആ പ്രണയ നിമിഷങ്ങൾ, ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ ഏറ്റവും ആസ്വാദ്യകരമായ അനുരാഗ നിമിഷങ്ങൾ ഭൂമിയിൽ നിന്നും എനിക്ക് ആസ്വദിച്ച് തീർന്നിട്ടില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏറെക്കുറെ ജീവിതത്തിൽ എല്ലായിടത്തും നമുക്ക് പല ഉദാഹരണങ്ങളിലൂടെയും വേഗത്തിൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. വഫാത്തിന്റെ നേരത്ത് പോലും ഐഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്നാണ് വഫാത്തായത്. ആ അനുരാഗം അങ്ങനെയായിരുന്നു. പുണ്യ മദീനയിൽ മസ്ജിദുൻ നബവി തൊട്ടടുത്ത് ചേർന്നുണ്ടായിട്ടും ഐഷ ബീവിയുടെ വീട്ടിലാണ് വഫാത്തായത്. ഐഷ ബീവിയുടെ വീട് പുണ്യ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം. മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ തോട്ടം, സ്വർഗത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞ മദീനത്തെ പള്ളിയിലെ സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഐഷ ബീവിയുടെ വീടിന്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഭാഗം. പള്ളിയിൽ കിടന്ന് സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭൂമിയുടെ ഏറ്റവും വലിയ ആ അനുഗ്രഹീത ഭാഗത്ത് കിടന്ന് മരിക്കാൻ സൗകര്യം ഉണ്ടായിട്ടും അനുരാഗത്തിൽ ലയിച്ച് മുത്തുനബി പ്രിയപ്പെട്ടവളോട് ചേർന്ന് പ്രിയപ്പെട്ടവളുടെ മടിത്തട്ടിൽ മരണത്തിൽ കീഴടങ്ങി എന്നുള്ളതാണ്. അത്രത്തോളം ഈ ഭൂമിയിൽ നിന്നും ആസ്വദിച്ച് മതിയാവാത്ത ഏറ്റവും വലിയ അനുഭവമാണ് ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ അനുരാഗ നിമിഷങ്ങൾ. മൂന്നാമത് എനിക്ക് ഭൂമിയിൽ നിന്നും മതിയാവാതെ പോയത് എൻ്റെ നിസ്കാരങ്ങളിൽ ഞാൻ ആസ്വദിച്ചിട്ടുള്ളതായ മധുരമാണ്. നിസ്കാരത്തിന്റെ മധുരം അള്ളാഹു നൽകട്ടെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും ക്ലേശകരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എക്കാലത്തേക്കും സർവകാലത്തിന്റെയും ഒരു സന്തോഷമായിട്ടാണ് നിസ്കാരം കൊടുത്തത്. അത് പുണ്യ റജബിലാണ്. അത് സംബന്ധമായിട്ടുള്ളതായ ചില ചരിത്ര ഉദ്ധരണികൾ ഇൻഷാ അല്ലാഹ് പറയാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബർക്കത്ത് നൽകട്ടെ. ചരിത്രത്തിന്റെ ഒരു ഉദ്ധരണി പ്രകാരം 52-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 49 വയസ്സും 6 മാസവും ആ പ്രായം, അല്ലെങ്കിൽ 52 വയസ്സ്, രണ്ട് ഉദ്ധരണിയുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സിലെ ആമുൽ ഹുസ്ൻ, സങ്കടത്തിന്റെ കൊല്ലം എന്ന് പറയുന്ന ഒരു ചരിത്ര വിശേഷമുണ്ട്. സങ്കടത്തിന്റെ കൊല്ലം, സങ്കടത്തിന്റെ വർഷം എന്ന് പറയുന്നിടത്താണ് നിസ്കാരം റജബിൽ എത്തിപ്പെടുന്നത്. നിസ്കാരത്തിന്റെ നിർബന്ധിത മനസ്സിലാവുന്നില്ലേ? സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് നിസ്കാരം കിട്ടുന്നത്. ഒരഭിപ്രായം 49 വയസ്സും 6 മാസവും പ്രായമുള്ളപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. മറ്റൊരഭിപ്രായം 52 വയസ്സ്. നിസ്കാരത്തിന്റെ നിർബന്ധിത വന്നെത്തിപ്പെടുന്നത് ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന ഒരു കാലയളവിലാണ്, സങ്കടത്തിന്റെ വർഷം. ആ 63 വയസ്സ് ജീവിതത്തിലെ സങ്കടത്തിന്റെ കാലം എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നിസ്കാരം വരുന്നത്. സന്തോഷമായിട്ടാണ് വരുന്നത്. സങ്കടമുള്ളപ്പോഴാണല്ലോ സന്തോഷം കൊടുക്കേണ്ടത്. അള്ളാഹു നമുക്ക് നിസ്കാരങ്ങൾ സന്തോഷമാക്കി തരട്ടെ. ഇനി കേട്ടോളൂ, എന്തപ്പോ അവിടെ സങ്കടം ഉണ്ടായത്? താങ്ങും തണലുമായ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. മഹാനായ പിതൃവ്യൻ അബൂ താലിബ് വഫാത്തായി. തായിഫിൽ ഇസ്ലാമിന്റെ പ്രചരണവുമായി എത്തിപ്പെട്ടു. ഉമ്മാന്റെ നാടാണ്. അവിടുന്ന് പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, വളരെ മോശമായ പ്രതികരണം അവിടെ നിന്നുണ്ടായി. നിരാശയോടുകൂടെ തായിഫിൽ നിന്നും മടങ്ങി വന്നു. ഏതാണ്ട് ഒരു ഹിജറ പോകൽ സംഭവിക്കാനുണ്ട്. ഹിജറയുടെ ഗന്ധം മണക്കുന്ന സാമൂഹിക പശ്ചാത്തല. അങ്ങനെ ഹിജറ പോവേണ്ട വന്ന അതിനുള്ള ഒരുക്കങ്ങൾ സ്വഹാബികൾ എങ്ങനെ തയ്യാറാക്കണം, എങ്ങനെ ബോധ്യപ്പെടുത്തണം, ഇങ്ങനെയുള്ള ഒരു മാനസികമായ ഒരുക്കങ്ങൾക്കും പ്രയാസങ്ങൾക്കൊക്കെ ഞെരിവിരി കൊള്ളുന്ന നേരത്താണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആ കാലയളവിനെ ആമുൽ ഹുസ്ൻ, സങ്കടത്തിന്റെ വർഷം എന്ന് പറയപ്പെട്ടത്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകി വന്ന പിതൃവിൻ അബൂ താലിബ് ആ വർഷം റമദാൻ 12-ന് വഫാത്തായി, അല്ലെങ്കിൽ അതിന്റെ 3 വർഷം മുമ്പ് വഫാത്തായി. അബൂ താലിബിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോ അബൂ താലിബായ പിതൃവിൻ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ മരണപ്പെട്ട ശേഷം അവിടുത്തെ സംരക്ഷണം ഏറ്റെടുത്ത അബൂ താലിബ് വളർത്തി വലുതാക്കി. ആ അബൂ താലിബിന്റെ വഫാത്ത് സംഭവിക്കുന്നത് ആ സമയത്ത് റമദാൻ 12-നാണ് സംഭവിക്കുന്നത്. റമദാൻ 12-ന് വഫാത്തായി. 3 ദിവസം കഴിഞ്ഞ് റമദാൻ 12 കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. വല്ലാത്ത സങ്കടം. പിതൃതുല്യൻ അല്ലെങ്കിൽ പിതാവ്
താങ്ങും തണലുമായി അവിടുത്തെ സ്വാധീനം കൊണ്ട് മുഴുവനും മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിരോധിച്ചു നിർത്തിയ സമൂഹത്തിലെ എണ്ണപ്പെട്ട ആ കാലഘട്ടത്തിലെ പ്രഗത്ഭൻ തറവാടി കാരണവർ, ഖുറൈശി തറവാട്ടിലെ ഏറ്റവും വലിയ തമ്പുരാൻ അബൂ താലിബ് മഹാനവറുകൾ വഫാത്തായി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. ആരാണ് ഖദീജ? ആ കാലയളവിൽ വേറൊരു പത്നിയില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ജീവിതത്തിലുള്ളപ്പോൾ വേറെ ഒരാളും കൂടെയില്ല. ഖദീജ തന്നെയായിരുന്നു എല്ലാം. ഐഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വെച്ച് ഖദീജയെ കുറിച്ച് പറയുമ്പോൾ റളിയല്ലാഹു അൻഹുമ ഐഷ ബീവി തന്നെ പറയുന്നുണ്ട് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഈ ഖദീജനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ റളിയല്ലാഹു അൻഹ ലോകത്ത് ഒരു പെണ്ണും വേറെ ഇല്ല എന്ന് തോന്നിപ്പോവാ. ഇതെന്താ ഖദീജ മാത്രോ റളിയല്ലാഹു അൻഹ? അപ്പൊ ഹബീബായ നബി നിങ്ങൾ പറയുന്നുണ്ട്, വഹിയ ഖദാ വഖദാ, ആർക്കും പറഞ്ഞറിയിക്കാത്ത അത്രയും വലിയ മഹത്തുള്ള ഒരു പെണ്ണായിരുന്നു ഖദീജ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖദീജയാ പോയത് റളിയല്ലാഹു അൻഹ. മഹദി അവറുകളുടെ വഫാത്തിന് ശേഷവും മഹദി അവറുകളുടെ കൂട്ടുകാരികൾക്ക് ഒരാടറത്ത് ഇറച്ചി വീതം വെക്കുന്നിടത്ത് ഖദീജാന്റെ കൂട്ടുകാരിക്കുള്ളത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുക്കുമായിരുന്നു റളിയല്ലാഹു അൻഹ. അപ്പൊ അത്രത്തോളം വലിയ താങ്ങും തണലുമായ പ്രിയപ്പെട്ടവൾ മഹാനായ പിതൃവൻ അബൂ താലിബിന്റെ വഫാത്തിന്റെ 3 ദിവസം കഴിഞ്ഞപ്പോ ഖദീജ റളിയല്ലാഹു അൻഹയും വിട പറഞ്ഞു. മദീനയിലേക്ക് ഹിജറ പോകുന്നതിന്റെ ഏകദേശം 3 വർഷം മുമ്പാണ് ഇത് എന്ന് ചരിത്രത്തിൽ ഒരു ഉദ്ധരണിയുണ്ട്. ഈ ഉദ്ധരണി അനുസരിച്ച് മുത്തുനബിക്ക് ഇപ്പോൾ 49 വയസ്സും 6 മാസവും പ്രായമാണ്. ഇനി കേട്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായി 2 പേര് വഫാത്തായി. തായിഫിലേക്ക് പരിശുദ്ധ മതം കൊണ്ടുപോകുന്നു, അവിടെ പ്രബോധനം ചെയ്യുന്നു. തായിഫിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന മക്കയിലെ പശ്ചാത്തലം എന്നുള്ളത് ഏറ്റവും വേദനിപ്പിക്കുന്നതായിരുന്നു. ആ സമയത്തും അവിടുത്തെ സങ്കടങ്ങൾ ഒതുക്കി ഒരു സന്തോഷം ഉമ്മാന്റെ നാട്ടിൽ പോയാൽ കിട്ടുമെന്ന് ഓർത്ത് മലം പ്രദേശമായ തായിഫിലേക്ക് പോയി. അവിടെ ചെന്നിട്ടും അതിലേറെ സങ്കടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് പുണ്യ റജബിൽ നിസ്കാരത്തിന്റെ ആ ഒരു അവതരണം ഉണ്ടായിട്ടുള്ളത്. ഇനി കേട്ടോളൂ, ചരിത്രത്തിൽ കാണാം, മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ, മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുന്നതായി കാണാം. വക്കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിഫാഉൻ ഈമാനിയും മിനൽ ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നും പുണ്യ നബിക്ക് കിട്ടിയിട്ടുള്ളത് ഈമാനികമായ ഒരു പ്രതിരോധമാണ്. ഒരിക്കൽ പറഞ്ഞല്ലോ, അങ്ങയെ അള്ളാഹു ഉപേക്ഷിക്കില്ല നബിയെ. എന്തുകൊണ്ട്? ഈ നാട്ടിലെ വിധവകൾക്കും യതീമുകൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി അങ്ങ് ജീവിതം മാറ്റിവെച്ച ആളാ. അങ്ങ് പാവപ്പെട്ടവർക്ക്, അശരണർക്ക് ഏറ്റവും വലിയ അഭയകേന്ദ്രമായി പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച ജീവിതം അങ്ങടേത്. പിന്നെ അങ്ങയെ അള്ളാഹു ഉപേക്ഷിക്കോ? ഒരിക്കലും പേടിക്കേണ്ടതില്ല നബിയെ എന്ന് പറഞ്ഞ് ഈമാനികമായ ഒരു പ്രതിരോധം തീർത്ത ആളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. വദിഫാഉൻ ഖാരിജിയും മിൻ അബീ ത്വാലിബ്. സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നിടത്ത് മുത്തുനബിയെ ചേർത്ത് പിടിച്ച് സമൂഹത്തിൽ നിന്നുള്ള മേലാളന്മാരുടെ കിരാതമായ അസ്ത്രങ്ങൾ വന്ന് പതിക്കുന്നിടത്ത് ഒരു പ്രതിരോധമായി, ഒരു പ്രതിബന്ധമായി മുന്നിൽ നിന്ന് മുത്തുനബിക്ക് സംരക്ഷണം കൊടുത്ത ആളാണ് മഹാനായ അബൂ താലിബ്. ആ 2 പേരും പോയി. അപ്പോൾ മാനസികമായും സാമൂഹികമായും അവിടത്തേക്ക് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ നൽകിയ 2 പേര് പോയി. സാമ്പത്തികമായും ഇവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് മുത്തുനബിക്ക് ഏറ്റവും വലിയ ആശ്വാസം കിട്ടിയത്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്താണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ദീൻ ദഅവത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മേഖലയും അടിഞ്ഞിരിക്കാം. ആ സമയം വലമ്മാ ഫഖദഹുമാ ഈ 2 പേരും ഇല്ലാതെ വന്ന നേരത്ത് ഖദീജ റളിയല്ലാഹു അൻഹയും ഇല്ല, അബൂ താലിബും ഇല്ല. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഹസൂന മുത്തുനബി വല്ലാതെ സങ്കടത്തിലായി. പിന്നെ തോന്നിയ മാതിരിയായി മുത്തുനബിയെ ദേഹോപദ്രവം ചെയ്യില്ലായിരുന്നു അതുവരെ. കാരണം അബൂ താലിബ് ഉണ്ടായിരുന്നു. അബൂ താലിബിന്റെ വഫാത്ത് കഴിഞ്ഞപ്പോ പിന്നെ ഖുറൈശികൾ പലരും മുത്തുനബിയെ ദേഹോപദ്രവം ചെയ്യൽ തുടങ്ങി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം ശത്രുക്കളും മണ്ണ് വാരിയിട്ടു, മണ്ണെറിയും, പോകുന്ന വഴിയിലും മണ്ണെറിയും. ഒരുപാട് പ്രയാസങ്ങൾ അവിടുത്തെ ശരീരത്തിലേക്ക്, അവിടുത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ
നേർക്ക് നേർ നിന്ന് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. പോണ വഴി കല്ലെടുത്തെറിയ, മണ്ണ് വാരിയെറിയ, നിസ്കരിക്കാൻ നിന്ന മണ്ണിട്ട് മൂട, ഇങ്ങനെ ഒരു മടിയില്ലാതെ എല്ലാവരും കയ്യേറ്റം ചെയ്യുന്നൊരവസ്ഥയിൽ അബൂ താലിബിന്റെ മരണശേഷം ഹബീബായ നബിയെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സ്വഹാബികളൊക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയില്ലേ. എത്രത്തോളം ലഅനത്താക്കപ്പെട്ട ഉഖബത്ത് ഇബ്നു അബീ മുത്തി എന്ന് പറയുന്ന മനുഷ്യൻ ലവ്വാ സൗബഹു ഫി ഉനുഖിഹി ഫഖനഖഹു ഖനഖൻ ശദീദാ. ഉഖബത്ത് ഇബ്നു അബീ മുത്തി എന്ന് പറയുന്ന ആള് വന്നിട്ട് അയാളുടെ തോർത്തുമുണ്ട്, അങ്ങനെയല്ല പറയാ, ഒരു ഉത്തിരിയം, കഴുത്തിലിടുന്ന ഷാള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലേക്ക് അങ്ങ് ഇട്ടിട്ട് ക്രോസ് ചെയ്തിട്ട് കഴുത്തങ്ങോട്ട് ഞെരിച്ച്, മനസ്സിലായില്ലേ? ഷാള് മുത്തുനബിയുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് കോർത്തിട്ടിട്ട് രണ്ട് തല അങ്ങോട്ട് പിടിച്ചിട്ട് വലിച്ച് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫദഫഅഹു അബൂബക്കർ. ഇത് കണ്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് പ്രതിരോധിച്ചു. എന്നിട്ട് ചോദിച്ചു, തഖ്തുലൂന റജുലൻ അയഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലായാണെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ എന്തിനാടാ നീ കൊല്ലുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു ആണ് റബ്ബ് എന്ന് പറഞ്ഞ ആളെ എന്തിനാ കൊല്ലുന്നത് എന്ന് ചോദിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ ഇടപെട്ട് ഉഖബത്ത് ഇബ്നു അബീ മുത്തിഇന്റെ ഷാളും അവന്റെ തോർത്തുമുണ്ടൊക്കെ വലിച്ച് കാട്ടിക്കളഞ്ഞ് അവനെ ഉന്തി മാറ്റി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി ഒരു പാവം അത് കൊള്ളേണ്ടി വന്നു എന്നുള്ളതാണ്. അബൂ താലിബില്ല കയ്യിട്ട് വാരാന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. കയ്യിട്ടം വെക്ക, കയ്യേറ്റം ചെയ്യാ. ഹബീബിന് എല്ലാവരും അങ്ങനെ ചെയ്യാൻ തുടങ്ങി, പീഡിപ്പിക്കാൻ തുടങ്ങി. അബൂജഹല് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസിലേക്ക് ചവിട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അബൂജഹല് ചവിട്ടാൻ വേണ്ടി വന്നു. വജാഅ അബൂജഹലിൻ യതഉ അലാ റഅസിഹി ഫഹീല ബൈനഹു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ തലക്ക് ചവിട്ടാൻ വേണ്ടിയിട്ട് അബൂജഹൽ വന്നു. അപ്പൊ അതിന്റെ ഇടയില് അല്ലാഹു തആല മറ കൊടുത്തു. അബൂജഹലിന്റെ കാലം കൊണ്ട് റസൂലുള്ളാഹി തലയിൽ ചവിട്ടാൻ പറ്റുമോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇങ്ങനെയുള്ള ഒരു സന്ദർഭം എത്രമാത്രം സങ്കടമുള്ള കൊല്ലമായിരിക്കും അത്. ആ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട സമയമാണ്. ആ സന്ദർഭത്തെ പറയാണ്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് നിസ്കാരം വരുന്നത്. പുണ്യ റജബിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ ഹബീബിന്റെ ശിരസിൽ ചവിട്ടാൻ പോലും കാലുയർത്തിയ കാലമാണത്. പക്ഷെ ചവിട്ടിയില്ല. ഫഹീല ബൈനഹു, ഒരു മറ വന്നു, അയാൾക്ക് ചവിട്ടാൻ പറ്റിയില്ല. സൂറത്ത് യാസീന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. സൂറത്ത് യാസീന്റെ ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാൻ ഫഹും മുഖ്മഹൂൻ അല്ലേ? വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യബ്സുറൂൻ. ഇതൊക്കെ ആ സംഭവങ്ങൾ പറയുന്ന ആയത്തുകളാണ്. അവരുടെ കഴുത്തിലേക്ക് കൈ കയറ്റി വെച്ച് ചങ്ങല കെട്ടിയ പോലെ ആക്കി അല്ലാഹു. നരകത്തിൽ അങ്ങനെ അബൂജഹലിനെ കൊണ്ടുവരാം. വലിയ വലിയ കള്ളന്മാരെ കൊണ്ടുവരുന്നത്. സാധാരണ ഇപ്പൊ കള്ളന്മാരെയൊക്കെ പോലീസുകാരെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോ വിരുന്നിന് കൊണ്ടുവരുന്ന മാതിരിയാ. കളിയും ചിരിയും വർത്താനൊക്കെ ആയിട്ട് സെൽഫി എടുക്കല് കള്ളന്റെ കൂടെ. ഒരു കുടുംബത്തിലെ മിക്കവാറും ആളുകളെ വിഷം കൊടുത്ത് കൊന്ന ഒരു പെണ്ണ്, പക്കാ ക്രിമിനൽ, അവളെ കൊണ്ടുവന്നിട്ട് കുശലം പറഞ്ഞും തമാശ പറഞ്ഞും പോലീസുകാര് തെളിവെടുപ്പെടുക്കുന്ന ഒരു രംഗം. ഉദ്യോഗസ്ഥര്, പോലീസുകാരെന്നല്ല ഉദ്യോഗസ്ഥര്, അത്രത്തോളം കുറ്റവാളിക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന തടവറകളൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിലെ നമ്മൾ ജീവിക്കുന്നത്. ചില കള്ളന്മാരെ കൊണ്ടുവരുന്നത് കയ്യിലൊന്നും വെക്കാതെയാണ്. ചിലരെ കൊണ്ടുവരുന്നത് കൈ ഇങ്ങനെ കെട്ടിയിട്ടാ, മുന്നില് കെട്ടും. വലിയ കള്ളനാണ് കയ്യ് പിന്നില് കെട്ടും. അതിലും വലിയ കള്ളനാണെങ്കിൽ പിന്നെ കാലയിലൊടും ചങ്ങല. അങ്ങനെയൊക്കെ കൊണ്ടുവരാ. അബൂജഹലിനെ നരകത്തിലേക്ക് വിലങ്ങ വെച്ച് കൊണ്ടുവരുന്നത് ഖുർആൻ പറഞ്ഞത് അത് ഇങ്ങനെ കൈ ഇങ്ങനെ കഴുത്തിലേക്ക് വെച്ച് കെട്ടിയിട്ട് അവന്റെ താടയെല്ലാം ഇങ്ങനെ പൊക്കി വെക്കും. താടയെല്ലാം ഇങ്ങനെ പൊക്കി വെക്കാൻ വേണ്ടിയിട്ട് കൈ ഇതിന്റെ ഇടയിൽ വെച്ച് തിരികെ കയറ്റിയിട്ടാണ് ചങ്ങല ഇടുന്നത്.
ഈ ചങ്ങല ഇടുന്ന രംഗം ചില ഹദീസുകളിൽ കാണുന്നത് നരകവാസികളായ കുറ്റവാളികൾക്ക് ഇടുന്ന പോലെ വായിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് മലദ്വാരത്തിലൂടെ വലിച്ചെടുത്തിട്ടാണ് ആ ചങ്ങല കോർക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് സുജൂദിൽ കിടക്കുമ്പോൾ വലിയ ഒരു കല്ല് ഉരുട്ടി തലയിലിടാൻ വേണ്ടി ശ്രമിച്ചോടത്ത് ഒരു കാള വന്ന് മുന്നിൽ നിന്നു. അങ്ങനെ അബൂജഹലിനെ ഓടിച്ചു, വലീദ് ഇബ്നു മുഗീറയെ ഓടിച്ചു. ആ ഒരു ഓടിക്കലാണ് ഒരു മറയായി ഹബീബിനെ ചവിട്ടാൻ വേണ്ടി കാലുയർത്തിയോടത്ത്, അവിടുത്തെ ശിരസിൽ കല്ലിടാൻ വേണ്ടി കല്ലുയർത്തിയോടത്ത് അള്ളാഹു മറ കൊടുത്തു എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ആ പുണ്യ റജബിൽ നിസ്കാരം വരുന്നത്. അപ്പോ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ആ കാലഘട്ടത്തിലാണ് അവിടുത്തെ ചുമലിന്റെ മുകളിൽ അവിടുത്തെ കഴുത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ടത്. ആ കാലഘട്ടത്തിലാ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്ന കാലം. ഫലമ്മാ ഊദിയ ഫില്ലാഹി അശദ്ദൽ നീദാ, സഹിക്കാവതല്ല ദേഹോപദ്രവം, സഹിക്കാവതല്ല. ഈ ദീൻ പറഞ്ഞിട്ടും എന്താ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ആ കാലഘട്ടത്തിലാണ് ശക്തമായ പ്രയാസങ്ങൾ നേരിട്ടപ്പോ ഉമ്മാന്റെ നാട്ടിലേക്കൊന്ന് പോകാമെന്ന് തീരുമാനിച്ചു. ത്വായിഫിലേക്ക് യാത്ര പോകുന്നത്. തായിഫിലെ ആളുകൾക്ക് അള്ളാഹുവിന്റെ ഹബീബി മതത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. വളരെ മോശമായ പ്രതികരണമാണ് മുത്തുനബിയോട് അവർ അന്ന് കാണിച്ചിട്ടുള്ളത്. തായിഫിൽ നല്ല പ്രതികരണം ഉണ്ടായിട്ടില്ല. വല്ലാതെ ശല്യം ചെയ്തു. ഹബീബിന്റെ സ്വന്തം നാട്ടിലുണ്ടായതിനേക്കാളും പ്രയാസം എന്ന് പറയുന്നുണ്ട്. വനാലു മിൻഹു മാലം യനൽ മിൻഹു ഖൗമു വഅഗറു ബിഹി സഫഹാഅഹും യർമൂനഹു ബിൽ ഹിജാറ. ആ നാട്ടിലെ വിവരമില്ലാത്തവർക്ക്, ആ നാട്ടിലെ തോന്നിവാസത്തിൽ ജീവിക്കുന്ന ലഹരി ഉപയോഗിക്കുന്നവർക്ക് പണം കൊടുത്തേൽപ്പിച്ചു. ഇവനെ കല്ലെറിഞ്ഞു ഓടിക്കണം, ഇവിടെ നിന്ന് ചീത്ത പറയണം. തായിഫിലുള്ളതായ വിവരദോഷികൾ ഹബീബിനെ ആ വിധത്തിൽ വേദനിപ്പിച്ചു. അവിടുത്തെ 2 കാലുകളിൽ നിന്നും രക്തം വാർന്നൊലിച്ചു. ഞാൻ ചുരുക്കി പറയണം. വയൻസരിഫു സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫി മഹ്സൂമൻ മഗ്മൂമാ. സങ്കടത്തോടുകൂടെ ആ തായിഫിൽ നിന്നും മടങ്ങി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചിന്തയോടുകൂടെ ആ മഹ്മൂമായ നിലയിലാ വന്നിട്ടുള്ളത്. യംശി വലാ യശ്ഉറു ബിനഫ്സിഹി. നടന്നു പോകുന്നുണ്ട്, പക്ഷേ നടക്കുന്നത് പോലും അവിടുന്ന് അറിയുന്നില്ല. അത്രത്തോളം മനസ്സ് മരവിച്ച് നിൽക്കാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടുന്ന് ഒരു മലഞ്ചെരിവിലേക്കാണ് വഴി തേടിയെത്തിയത്. നിറയെ ചെന്നായ്ക്കളുള്ള ഒരു വഴിയിലൂടെയാണ് റസൂലുള്ളാഹി പിന്നെ ത്വായിഫിൽ നിന്നും മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. ആ സമയം അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദുആ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോ ചെയ്തു പോരുന്നുണ്ട്. ഫഅഖദ യുനാജി റബ്ബഹു ബിദ്ദുആ. ഒരു ദുആ ഇങ്ങനെ ചൊല്ലിയിട്ട് ത്വായിഫിൽ നിന്ന് വരുന്നത്. ഇമാം തബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിലും മറ്റും ആ ദുആ പറയുന്നുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. എന്താ ദുആ എന്നത്? അല്ലാഹുമ്മ ഇലൈക അശ്കൂ. അല്ലാഹുവേ, പരാതി ആരോടും പറയാനില്ല. അല്ലാഹുവെ പറ്റിയും എനിക്ക് കുറ്റം പറയാനില്ല. ത്വായിഫിലെ ജനങ്ങളെ കുറിച്ച് എനിക്ക് നിന്നോട് കുറ്റമൊന്നും പറയാനില്ല. റബ്ബേ, എന്റെ സങ്കടം മുഴുവൻ ഞാൻ നിന്റെ മുന്നിൽ വെക്കാണ്. ലഉഫ ഖുവ്വതി, കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല അല്ലാ. വഖില്ലതു ഹീലതി, അല്ലാഹുവേ എന്റെ മുന്നിൽ മറ്റുള്ളതായ മാർഗങ്ങളോ തന്ത്രങ്ങളോ ഈ ദീൻ ദഅവത്ത് ചെയ്യാൻ ഇനി എന്റെ കയ്യിലില്ല. എല്ലാം ദുർബലമാണ് അല്ലാ, ഒന്നും വിജയിക്കുന്നില്ല അല്ലാ. അല്ലാഹുവേ, ഈ ജനങ്ങൾ എന്നെ ഉന്നം വെച്ചിരിക്കാണല്ലോ അല്ലാ. അന്ത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീയല്ലേ കരുണക്കടൽ. തമ്പുരാനെ, നീയല്ലേ കരുണ ചെയ്യാനുള്ളൂ.
അൻത റബ്ബുൽ മുസ്തദഅഫീൻ, ദുർബലർക്ക് സംരക്ഷണം നൽകുന്നവൻ നീയല്ലേ അല്ലാഹ്. വ അൻത റബ്ബീ, നീയല്ലേ എന്റെ റബ്ബ് അല്ലാഹ്. ഹബീബ് ഇങ്ങനെ കരഞ്ഞോണ്ട് ദ്വാരന്ന് പോരാണ്. ഇലൈ റബ്ബി ഇലാ മൻ തകിലുനി, എന്നെ നീ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ, ആരെയും ആരുടെ കയ്യിലും എന്നെ നീ ഏൽപ്പിക്കല്ലേ അല്ലാഹ്. തമ്പുരാനെ നീ ഏറ്റെടുത്താൽ മതി. അല്ലാഹുവേ, എന്റെ കാര്യങ്ങളൊക്കെ ഈ ദീനിന്റെ ശത്രുവിന്റെ കയ്യിൽ ആധിപത്യമാക്കി നീ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഇല്ലം യകുൻ ബിക വലബുൻ അലയ്യ ഫലാ ഉബാലി, പടച്ചോനെ, ഈ വേദനകളും വിഷമങ്ങളും ഒക്കെ ഞാൻ സഹിക്കുന്നത് നിന്റെ കോപം എന്നോട് ഉള്ളതിന്റെ പേരിൽ അല്ലെങ്കിൽ, നീ എന്നോട് കോപിച്ചതല്ലെങ്കിൽ അല്ലാഹുവേ എനിക്ക് പ്രശ്നമല്ല. ഫലാ ഉബാലി, എനിക്ക് പ്രശ്നമല്ല അല്ലാഹ്. ഈ ജനങ്ങൾ എന്നെ ഈ മാതിരി ദേഹോപദ്രവം ചെയ്തത് നിന്റെ കോപമാണ് എങ്കിൽ അല്ലാഹ് എനിക്ക് സഹിക്കാൻ പറ്റൂല. നിന്റെ കോപമല്ല ഇത്, നിന്റെ തൃപ്തിയാണ് ഇത് എങ്കിൽ എനിക്ക് കുഴപ്പമില്ല അല്ലാഹ്. ഈ ദേഹോപദ്രവങ്ങൾ എനിക്ക് പ്രശ്നമല്ല അല്ലാഹ്. നിന്റെ കോപത്തിന്റെ പേരിലാവാതിരുന്നാ മതി. നിന്റെ തൃപ്തിയോടുകൂടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു, എന്നാലും ഞാൻ പറയട്ടെ, എത്ര ഉപദ്രവിച്ചാലും, എത്ര വേദനിപ്പിച്ചാലും, എത്ര മുറിവ് എന്റെ കാലിൽ നിന്നും കയ്യിൽ നിന്നും കവിളിൽ നിന്നും കാതിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്ന ഭീകരമായ അവസ്ഥയിൽ എന്നെ വേദനിപ്പിച്ച് മുറിപ്പെടുത്തിയാലും എനിക്കത് പ്രശ്നമല്ല അല്ലാഹ്. നീ എനിക്ക് ആഫിയത്ത് തന്നാൽ അതാണല്ലോ റബ്ബേ എനിക്ക് ഏറ്റവും വേണ്ടിയിട്ടുള്ളത്. നിന്റെ ആഫിയത്ത് എനിക്ക് ഏറ്റവും വിശാലമാണല്ലോ. ഇനിയും സഹിക്കാൻ ഞാൻ തയ്യാറാണല്ലോ. നിന്റെ കോപം ആയതിന്റെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാവാതിരുന്നാ മതി. നിനക്ക് തൃപ്തി ഇതാണെങ്കിൽ ഞാൻ സഹിച്ചോളാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്തൊരു വർത്താനാണ് പഠിച്ചോരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെടണമല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വേദനിപ്പിച്ച രംഗാണിത്. മല മറിച്ചിടട്ടെ ഈ ത്വായിഫുകാരുടെ മേത്ത്. ത്വായിഫുകാരെ, തായിഫ് എന്ന് പറഞ്ഞ ഒരു മലമ്പ്രദേശ, ഒരു കുന്നും മലയൊക്കെയാ. പോയിട്ടില്ലേ? തായിഫിൽ പോയിട്ടുണ്ടോ? തായിഫ് വഴി പോയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലൊരു പട്ടണമൊക്കെ ഉണ്ട് അവിടെ. നല്ല രസമുള്ള സ്ഥലം. തായിഫ് കുന്നും മലയാ. ഒരു വലിയ മല അങ്ങോട്ട് മറിച്ചിടട്ടെ എന്ന് ചോദിച്ചു. വേണ്ടാന്നാ പറഞ്ഞത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അഊദു ബിനൂരി വജ്ഹിക്കൽ കരീമില്ലദീ അശ്റഖത് ലഹുൽ ളുലുമാത് വസ്വലഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറ യഹ്ല അലയ്യ ഗളബക. അല്ലാഹുവേ, നിന്റെ വജ്ഹിന്റെ പ്രകാശം മുൻനിർത്തി ചോദിക്കുന്നു. ഏത് പ്രകാശം? ഏത് ഇരുട്ടും വെളിച്ചമാകുന്ന പ്രകാശം, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവകാര്യങ്ങളും നന്നാവുന്ന പ്രകാശം, അത് മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ പടച്ചോനെ, നിന്റെ കോപം എന്റെ നേർ വരല്ല അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ കോപത്തിൽ എന്നെ ചേർക്കല്ലേ അല്ലാഹ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക. നിന്നെ കൊണ്ടല്ലാതെ ഒന്നും കഴിയില്ല അല്ലാഹ്. നീയാണ് എല്ലാത്തിനും ശക്തിയുള്ളവൻ, നീയാണ് എല്ലാത്തിനും കഴിവുള്ളവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ട് ത്വായിഫിന്റെ മണ്ണ് വിട്ടുപോരുകയാണ്. ഇത്ര കണ്ട് അനുഭവിച്ച വേദനകൾക്കും പ്രയാസങ്ങൾക്കും സാക്ഷിയായ ആ വർഷങ്ങൾക്ക് പറയുന്നു ചരിത്രത്തിൽ ആമുൽ ഹുസ്ൻ, സങ്കടത്തിന്റെ കാലം. ഈ സങ്കടത്തിലിരിക്കുമ്പോഴാണ് അവിടുത്തെ ആയുസ്സിൽ ആസ്വദിച്ച് മതി വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിസ്കാരം അവിടുത്തേക്ക് അല്ലാഹു സമ്മാനമായി നൽകുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിസ്കാരം സഹായമാണ്. നിസ്കാരം എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. നിസ്കാരം റജബ് മാസത്തിൽ ഓർമ്മപ്പെടുത്തുന്ന സന്ദേശം ഇതാണ്. നിസ്കാരം നമുക്ക് സമാധാനം നൽകണം. നിസ്കാരം കൊണ്ട് സഹായം കിട്ടണം. എങ്ങനെയാ സഹായം?
ഒരു 50,000 രൂപയുടെ ആവശ്യപ്പ് നമുക്കുണ്ട്. അങ്ങനെ സങ്കല്പിക്കാം. നടക്കണോലോ, നടക്കൂന്നാ പറഞ്ഞത്, നടക്കുമെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ മുന്നിലേക്ക് സമർപ്പിക്കണം. നിസ്കരിച്ചിട്ടങ്ങ് ദുആ ചെയ്യണം. അള്ളാഹു വേഗത്തിൽ ആ ദുആ സ്വീകരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. അള്ളാന്റെ സഹായം കിട്ടും. നിസ്കരിക്കാം, എന്നിട്ട് ചോദിക്കാം എപ്പോഴാ ദുആക്ക് വേഗം ഇജാബത്തുള്ളത്? അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചല്ലോ സ്വഹാബി, അയ്യുദ്ദുആഇ യസ്മഉ യാ റസൂലല്ലാഹ്, അല്ലാഹു വേഗം ദുആക്ക് ഇജാബത്ത് നൽകുന്ന സമയം എപ്പോഴാ? 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത് പാതിരാവാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ നിസ്കരിച്ചിട്ട് ചോദിക്കണം. അതായത് നിസ്കാരം തഹജ്ജുദ് നിസ്കാരം. പിന്നെ പറഞ്ഞു ഫർദ് നിസ്കാരത്തിന്റെ ഉടനെ അള്ളാഹുവോട് ചോദിച്ചാൽ തട്ടൂല. ഈ നിസ്കാരം ഈ സമൂഹത്തിന് റജബ് മാസത്തിൽ അള്ളാഹു തന്നത് ആശ്വാസത്തിന് വേണ്ടിയാ, സമാധാനത്തിന് വേണ്ടിയാ. ഈ കർമ്മം മുത്തുനബിയുടെ ജീവിതത്തിൽ മക്കയിലെ പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറി വന്ന നേരത്താണ് ഈ കർമ്മത്തെ അള്ളാഹു അവതരിപ്പിച്ചത്. നുബുവത്ത് കിട്ടിയതിന്റെ പിറ്റേന്നാളല്ല. നുബുവത്ത് കിട്ടിയിട്ട് പിറ്റേന്നാള് പ്രശ്നങ്ങളില്ല. പ്രശ്നം കൂടി വന്നോടത്താണ് നിസ്കാരം വന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ് നിസ്കാരം. പ്രശ്നങ്ങളേതും പരിഹരിക്കാൻ ഏറ്റവും ഉതകുന്നതാ നിസ്കാരമെന്ന നിയമവും അമലും കബൂലാകുന്നതിനിതു വേണ്ടതാ. പ്രാർത്ഥനയ്ക്ക് ഇജാബത്തും ഇതിൽ ബന്ധിച്ചതാ. ഇതുകൊണ്ട് ജസദിന് റാഹത്തും ലഭിക്കുന്നതാ. കൂടാതെ റിസ്ഖിൽ ബറക്കത്തും കാണുന്നതാ. ശത്രുക്കളോട് എതിർക്കുന്നതിനിതു മെച്ചമാ. അത് ആയുധം എന്ന് ഹദീസിൽ വ്യക്തമാ. പാലം കടക്കാൻ ഏറ്റവും ഉതകുന്നതാ. മീസാനിലേറ്റം ഭാരവും ഇതിനുള്ളതാ. സ്വർഗത്തിലേക്ക് കടക്കുവാൻ താക്കോലിതാ. ഇവയൊക്കെ തിരുനബി വചനമിൽ കാണുന്നതാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരത്തിന്റെ വാർഷിക മാസത്തിൽ, നിസ്കാരത്തിന്റെ വാർഷിക ഓർമ്മകളിൽ നിസ്കാരം ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമാണെന്ന് പഠിപ്പിച്ച ആശ്വാസത്തിന്റെ അവസരമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഇടപെട്ട കർമ്മമാണ് നിസ്കാരം. അള്ളാഹുവേ, ഞങ്ങളുടെ ആയുസ്സിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വന്ന വീഴ്ചകളെ പരിഹരിക്കാനും പുനഃപരിശോധനകളിലൂടെ നന്നാക്കുവാനും ഈ പുണ്യ റജബിൽ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.